ഹായ്, നമ്മുടെ ഇന്നത്തെ മെയിൻ ലെസൺ ഹൗ ടു ടേക്ക് ദ കറക്റ്റ് ബാറ്റിംഗ് റീഡ്. നമ്മുടെ മെയിൻ ലെസണിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ അല്ലെങ്കിൽ കോച്ച് എന്ന നിലയിൽ ഇപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്? ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങളെ കാണുന്നത്? ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നമ്മുടെ ലെസണിലേക്ക് പോകാം. വി ഷേപ്പ് ഗ്രിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ബാറ്റിൻ്റെ ഔട്ടർ എഡ്ജിൻ്റെയും സ്പ്ലൈസ് ഓഫ് ദ ബാറ്റിൻ്റെയും ഇടയിലായിരിക്കണം നമ്മുടെ ഹാൻഡ്സിൻ്റെ വി. സോ ഔട്ടർ എഡ്ജ് എന്താണെന്നറിയണം, സ്പ്ലൈസ് എന്താണെന്നറിയണം, നമ്മുടെ ഹാൻഡ്സിൻ്റെ വീസ് എന്താണെന്നറിയണം. ക്രിക്കറ്റ് ബാറ്റ് എടുത്താൽ ബാറ്റിന് 2 ടൈപ്പ് എഡ്ജാണുള്ളത്. ഒന്ന് ഔട്ടർ എഡ്ജ്, ഒന്ന് ഇന്നർ എഡ്ജ്. സോ ഇതെങ്ങനെ ഔട്ടർ എഡ്ജ് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ബാറ്റ്സ്മാൻ സ്റ്റാൻസ് എടുത്താൽ ബാറ്റ്സ്മാൻ്റെ ഇന്നർ സൈഡിൽ വരുന്നതാണ് ബാറ്റ്സ്മാൻ്റെ ഇന്നർ എഡ്ജ്. അതുപോലെ തന്നെ ബാറ്റ്സ്മാൻ്റെ ഔട്ടർ സൈഡിൽ വരുന്നതാണ് ബാറ്റ്സ്മാൻ്റെ ഔട്ടർ എഡ്ജ്. സോ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ബാറ്റിൻ്റെ ഹാൻഡിലും ബാറ്റും തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ബാറ്റിൻ്റെ സ്പ്ലൈസ് ഓഫ് ദ ബാറ്റ്. സോ ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ വി, ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ വി പാർട്ട്. സോ ഈ വി പാർട്സ് നമ്മുടെ ഔട്ടർ എഡ്ജിൻ്റെയും സ്പ്ലൈസ് ഓഫ് ദ ബാറ്റിൻ്റെയും ഇടയിലായിരിക്കും. അതാണ് വി ഷേപ്പ്. സോ വി ഷേപ്പിൻ്റെ തിയറി പാർട്ട് മനസ്സിലായി. വി ഷേപ്പ് ഗ്രിപ്പ് നമുക്ക് പല സ്റ്റൈലെടുക്കാം. ഇപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായ 2 സ്റ്റൈലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് കിഡ്സിന് ഏറ്റവും സിമ്പിളായ സ്റ്റൈൽ നോക്കാം. നമ്മുടെ ഷോൾഡർ വിഡ്ത്ത് പാർട്ടിൽ നമ്മുടെ ഫീറ്റ് പ്ലേസ് ചെയ്യുക. നമ്മുടെ ടോസ് രണ്ടും ഒരു ലൈനിലായിരിക്കണം. ഒരു ടോ ഫ്രണ്ടിലോ ഒരു ടോ ബാക്കിലോ ആവാൻ പാടില്ല. നമ്മുടെ ഹാൻഡിൽ നമ്മുടെ ബോഡിയിൽ നേരെ വരുന്ന പോലെ പ്ലേസ് ചെയ്യുക. നമ്മുടെ വീസ് എടുക്കുക, ബാറ്റ് ഗ്രിപ്പ് എടുക്കുക. ഇതാണ് ഒരു സ്റ്റൈൽ. വി ഷേപ്പ് ഗ്രിപ്പ് എടുക്കാൻ ഏറ്റവും സിമ്പിളായൊരു മെത്തേഡാണിത്. നമ്മുടെ വീരൊക്കെ ചെയ്യണത് കണ്ടിട്ടുണ്ടാവും. അതായത് ക്രീസിൽ വന്ന് സ്റ്റാൻസ് എടുത്ത് നമ്മൾ ജസ്റ്റ് വി ഷേപ്പ് ഗ്രിപ്പിലാണോ എന്ന് നോക്കും. അതായത് ഔട്ടർ എഡ്ജിൻ്റെയും സ്പ്ലൈസിൻ്റെയും ഇടയിലാണോ നമ്മുടെ ഹാൻഡ്സിൻ്റെ വീസ് എന്ന് നോക്കും. ഇപ്പോൾ മാറിക്കിടക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് ടേൺ ചെയ്ത് നമ്മൾ ഗ്രിപ്പ് കറക്റ്റ് ആക്കാം. ഇപ്പോൾ സച്ചിനൊക്കെ നോക്കുകയാണെങ്കിൽ സച്ചിൻ ബാറ്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക ഹാൻഡിലിൻ്റെ ഏറ്റവും അടിയിലായിരിക്കും. എന്നുവെച്ചാൽ അടിയിൽ ബാറ്റ് ഹോൾഡ് ചെയ്താലുണ്ടാവുന്ന ഒരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺട്രോളായിരിക്കും. പക്ഷേ നമ്മുടെ റസ്സൽ, പൊള്ളാഡിനൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ബാറ്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക ഹാൻഡിലിൻ്റെ ഏറ്റവും മേലെയായിരിക്കും. ഇപ്പോൾ മേലെ മേലെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ലിവറേജ് ആയിരിക്കും. ശ്രദ്ധിക്കുക, അതാ ഇങ്ങനെ വെച്ചാൽ അവർ ഫുൾ ബാറ്റിൻ്റെ ലെങ്ത് യൂസ് ചെയ്യാണ്. അപ്പോൾ പവറും കിട്ടും. സോ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ബേസിക്കായ ഒരു ബാറ്റിൻ്റെ ഹോൾഡ് പൊസിഷൻ എന്ന് പറയുന്നത് മിഡിൽ ഓഫ് ദ ബാറ്റാണ്. താഴെ പിടിച്ചാൽ നമുക്ക് കൺട്രോൾ കിട്ടും, പക്ഷെ നമുക്ക് ലിവറേജ് കിട്ടില്ല. പക്ഷെ മേലെ പിടിച്ചാൽ നമുക്ക് ലിവറേജ് കിട്ടും, കൺട്രോൾ കുറവായിരിക്കും. സോ നമ്മൾ മിഡിൽ ഓഫ് ദ ബാറ്റ് ഹോൾഡ് ചെയ്താൽ നമുക്ക് കൺട്രോളും നന്നായി കിട്ടും, നമുക്ക് ലിവറേജും അത്യാവശ്യം നന്നായി കിട്ടും. അതേപോലെ തന്നെ ഡുപ്ലസിസിനൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ബാറ്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക ഒരു ഹാൻഡ് ഇവിടെയും ഒരു ഹാൻഡ് ഇവിടെയും. ഈ ഹാൻഡ്സുകൾ തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അത് ചില പ്ലെയേഴ്സിൻ്റെ പ്രിഫറൻസ് ആണ് അത്. പക്ഷേ ബേസിക് ഗ്രിപ്പ്, ഏറ്റവും നല്ല ഗ്രിപ്പ് എന്ന് പറയുന്നത് നമ്മളെ ഹാൻഡ്സ് എപ്പോഴും ക്ലോസ് ആയി വെക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ മിഡിൽ ഓഫ് ദ ബാറ്റ് എടുക്കുക, അതേപോലെ തന്നെ ഹാൻഡ്സ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പോയിന്റ്. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനായാലും കുറച്ച് പ്ലെയേഴ്സിനായാലും ശ്രദ്ധിക്കുക, ഫസ്റ്റ് ബോള് 2 ബോളൊക്കെ അവർ ഗ്രിപ്പ് ശ്രദ്ധിക്കും, പിന്നെ ഗ്രിപ്പ് ശ്രദ്ധിക്കില്ല. അതേപോലെ ആവരുത്, എല്ലാ ബോളും നമ്മൾ നമ്മുടെ ഗ്രിപ്പ് കറക്റ്റ് എടുക്കും. വി ഷേപ്പ് ഗ്രിപ്പ് എന്ന് പറയുന്നത് ക്രിക്കറ്റിലെ തന്നെ ഒരു ഓർത്തഡോക്സ് ഗ്രിപ്പാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ കളിക്കുന്ന ഷോട്ടായാലും ബാക്കിൽ കളിക്കുന്ന ഷോട്ടായാലും നമുക്ക് ഒരേപോലെ ഈ ഗ്രിപ്പ് വെച്ച് കളിക്കാവുന്നതാണ്. അതായത് വെച്ചാൽ നമ്മുടെ ഈ ഗ്രൗണ്ടിൻ്റെ ഏത് മൂലയിലേക്കായാലും നമുക്ക് ഈ ഗ്രിപ്പ് വെച്ച് പ്ലേസ് ചെയ്യാം. പിന്നെ പലരും പല ഗ്രിപ്പാണ്. നമ്മളൊരു നാച്ചുറാലിറ്റി അത് കീപ്പ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ ഗ്രിപ്പ് വെച്ചിട്ട് ഒരുവിധം ബോളും എല്ലായിടത്തും കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വി ഷേപ്പ് ഗ്രിപ്പ് എടുക്കേണ്ട ആവശ്യമില്ല.
വേറെ കുറേ ഗ്രിപ്പ് ഉണ്ട്, അതായത് ഓ ഗ്രിപ്പ്, ഹിഞ്ച് ഗ്രിപ്പ്, അങ്ങനെ ഇഷ്ടം പോലെ ഗ്രിപ്പ് ഉണ്ട്. നിങ്ങളുടെ നാച്ചുറാലിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സോ വി ഷേപ്പ് ഗ്രിപ്പ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു സെഗ്മെൻറ്റോട് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് കളിച്ച് കിട്ടിയ കുറച്ച് എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ കോച്ചസ് എനിക്ക് പഠിപ്പിച്ച് തന്ന കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, അത് നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ബോണസ് ടിപ്പ് പോലെ. സോ നമ്മുടെ ഇന്നത്തെ ബോണസ് ടിപ്പ്, അതായത് നമ്മൾ ഡ്രൈവ്സ് എല്ലാം കളിക്കുമ്പോൾ നമ്മൾ പവർ കൊടുക്കേണ്ടത് നമ്മുടെ ടോപ്പ് ഹാൻഡിനാണ്. അതേപോലെ കട്ട്സ്, പുൾസ്, സ്ലോഗ് ഷോട്ട് എല്ലാം കളിക്കുമ്പോൾ നമ്മൾ പവർ കൊടുക്കേണ്ടത് നമ്മുടെ ബോട്ടം ഹാൻഡിനാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബോണസ് ടിപ്പ്.